ദിവസവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളുടെ തുടർച്ചയാണ്. അപ്പം ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ കാണാം. നമ്മുടെ വീട്ടിലുണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണിത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ വേണം, ഇഞ്ചി വേണം, പിന്നെ മുന്നോട്ട് പറയാം. അപ്പം ഈ പൈനാപ്പിളും ഇഞ്ചിയും ചെറുതായിട്ട് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ പൈനാപ്പിളിൻ്റെ നടുക്കുള്ള ആ സ്റ്റിക്ക് കളയാൻ നമ്മൾ മറക്കരുത്. അത് നമ്മൾ മിക്സിയിലടിച്ച് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. വെള്ളം പരമാവധി ചേർക്കാതിരിക്കുക. ഇനി ഇഞ്ചിയൊക്കെ അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അല്പം മാത്രം വെള്ളം ചേർത്ത് അതടിച്ചെടുക്കുക. ഇഞ്ചിയുടെയും പൈനാപ്പിളിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇഞ്ചി നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന അനേക ആൽക്കലോയിഡുകൾ നമ്മുടെ ശരീരത്തിലെ പല കാര്യങ്ങൾക്കും നല്ലതാണ്. ഇഞ്ചി നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ കട്ടി കുറയ്ക്കുകയും ക്ലോട്ടുകൾ ഒഴിവായി തൽഫലമായിട്ട് സ്ട്രോക്കും അറ്റാക്കും വരാനുള്ള ചാൻസ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക, സ്ട്രോക്കിനും കൊളസ്ട്രോളിനുമുള്ള എക്കോസ്പിരിൻ മരുന്നുകൾ കഴിക്കുന്നവർ ഇഞ്ചിയുടെ അമിത ഉപയോഗം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതുപോലെ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ ഇഞ്ചിയുടെ ഈ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഈ 2:1 എന്ന അനുപാതത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത്. അതായത് 2 ഗ്ലാസ് പൈനാപ്പിളിന് 1 ഗ്ലാസ് ഇഞ്ചി നീര്. ഇതിനോടൊപ്പം തന്നെ മധുരത്തിന് വേണ്ടി നമ്മൾ പനങ്കൽക്കണ്ടമാണ് ആഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് പഞ്ചസാരയും അതിന് പകരം ആഡ് ചെയ്യാം. പനങ്കൽക്കണ്ടമാണെങ്കിൽ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇത് മൂന്നും കൂടി നമ്മളൊരു പാത്രത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചീനച്ചട്ടിയാണോ എന്താണോ ഉപയോഗിക്കുന്നത് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആഹാരം ദഹിക്കാതെ വരുമ്പോഴുള്ള വയറുവേദനയും ഗ്യാസ് പ്രോബ്ലംസിനും അതുപോലെ വിശപ്പില്ലായ്മയ്ക്കും ഒക്കെ നമ്മൾ ഈ ഒരു മരുന്ന് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല വ്യത്യാസം വരും. ബാക്ടീരിയൽ വൈറൽ രോഗങ്ങളെ തടുക്കുവാനായിട്ട് ഇഞ്ചി വളരെയധികം ഫലപ്രദമാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പൈനാപ്പിളും. ഇതിലടങ്ങിയിരിക്കുന്ന അനേക പോഷകങ്ങൾ നമുക്ക് വളരെ നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ചില എൻസൈംസ് നമ്മളുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ജോയിൻസിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും പൈനാപ്പിൾ വളരെ നല്ലതാണ്. പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ഈ മാംഗനീസും ബ്രോമലൈനും ഒക്കെയാണ് നമ്മുടെ ശരീരത്തിലെ ജോയിൻസിനെ ബലപ്പെടുത്തുന്നതും അതുപോലെ ഇൻഫ്ലമേഷൻ തടയുന്നതും. ഇതിനോടൊപ്പം നമ്മൾ ചേർക്കുന്ന പനങ്കൽക്കണ്ടം നമ്മുടെ ശരീരത്തിലെ കഫക്കെട്ട് കുറയ്ക്കാനും കഫക്കെട്ട് ഉണ്ടാവാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ ഈ ഔഷധ ഗുണങ്ങളുള്ള ഈ 3 ചേരുവകളും കൂടി ഒന്നിച്ചുണ്ടാക്കി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഇമ്മ്യൂണിറ്റി പവർ ലഭിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ വിഷമാലിന്യങ്ങളെ പുറന്തള്ളാനും സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ മരുന്ന് കഴിച്ചാൽ നമുക്ക് വിശപ്പുണ്ടാവാനും നല്ലതാണ്. അപ്പോൾ നമ്മുടെ മരുന്ന് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സിറപ്പ് പരുവത്തിന് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മളിത് ഓഫാക്കിയിട്ട് നമ്മളിത് ചൂടാറുമ്പോഴത്തേക്കും നമ്മൾ ഗ്ലാസ് ബോട്ടിനകത്ത് വൃത്തിയായിട്ട് നനവില്ലാത്തൊരു ഗ്ലാസ് ബോട്ടിനകത്ത് ഒഴിച്ച് ഫ്രിഡ്ജിൻ്റെ സൈഡ് ഡോറിൽ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് 1 സ്പൂണോ 2 സ്പൂണോ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.